അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിതാ നാട്ടിലെത്തിയിട്ടോ. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീനൊക്കെ കാണുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ നാടെത്തി, നമ്മൾ കേരളത്തിലാണ്, നമ്മുടെ നാട് കേരളമാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് എൻ്റെ ലൈഫിൽ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ചെന്നൈ ആണോ ഇഷ്ടം അതോ നാടാണോ ഇഷ്ടം എന്ന്. ഞാൻ പറയും എനിക്ക് നാട് തന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ ചെന്നൈ അല്ല, ഞാൻ എവിടെ പോയി ജീവിച്ചാലും എനിക്കെപ്പോഴും എൻ്റെ നാട് തന്നെയാണ് ഇഷ്ടം കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട് എപ്പോഴും പറയാറുണ്ട്, എന്നെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വഴി ദൂരത്തേക്ക് കെട്ടിച്ചു കൊടുക്കണേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ, അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ ഖേദിക്കുന്നു. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ശരിക്കും നമ്മൾ പുറത്തൊരു രാജ്യത്തോ അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്തൊക്കെ പോയി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാടും നമ്മുടെ വീടൊക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. നമ്മുടെ നാടിൻ്റെ അത്രയും വരില്ല. എത്ര ഫോറിൽ പോയാലും എത്ര പുറത്ത് പോയാലും നമുക്ക് ആ ഒരു സന്തോഷം ആ ഒരു സുഖമൊന്നും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കഴിഞ്ഞു എത്ര ഉള്ളൂ? 1 2 3 4 5 6 ബാഗ്. ഏകദേശം ഒരു 7 മണി 7:15 കഴിയുമ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. അച്ഛനും അമ്മയും കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കിട്ടിയപ്പോൾ പിന്നെ രണ്ടുപേരും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാനും ട്രെയിനിൽ നിന്ന് ഒരു പഴംപൊരി ആശിച്ച് കൊതിച്ച് ഒരു പഴംപൊരിയാണ് കേട്ടോ ഞാൻ വാങ്ങി കഴിച്ചത്. അത് മാത്രമേ കഴിച്ചായിരുന്നുള്ളൂ. പിള്ളേരൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു ശരവണ ഭവനിൽ കയറിയിട്ട് ദോശയൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. ടിക്കറ്റ് RAC ആയതുകൊണ്ട് ഒറ്റ ബർത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ബർത്തിലാണ് ഞങ്ങൾ 3 പേരും കിടന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാത്രിയിലത്തെ ഉറക്കമൊക്കെ കണക്കായിരുന്നു. എനിക്ക് രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് കോഫി മാത്രമാണ് കുടിച്ചത്. എനിക്കിങ്ങനെയുള്ള ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഞാനൊരു കോഫി ഫാനാണ്. അപ്പോൾ അത് മാത്രമാണ് കുടിച്ചത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ വീടെത്തി. അച്ഛമ്മയുടെ അച്ഛമ്മയോ എന്താ നിങ്ങളിങ്ങനെ നിക്കണത് പുറത്തേക്ക് വരാണ്ട്? എപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന ഫസ്റ്റത്തെ കാര്യം ഒരു 1-2 മണിക്കൂർ എല്ലാവരുമായിട്ട് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല, വെറുതെ കുറേ നേരം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കും. പിന്നെ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ചടങ്ങാണ്. തലയിൽ എണ്ണയൊക്കെ തേച്ച് നീണ്ട ഒരു കുളി കേട്ടോ. ആ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. പിള്ളേരൊക്കെ ആ സമയമാകുമ്പോഴേക്കും അമ്മ കുളിച്ച് ഒരുക്കി കുറേ നാൾക്ക് ശേഷം ഒരുക്കാൻ കിട്ടിയൊരു ചാൻസ് ആണല്ലോ. അതമ്മ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുക്കി മിനുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ കുറേ ക്രിസ്മസ് ക്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണുന്ന കാരണം എന്തൊക്കെ ചോദിച്ചാലും വാങ്ങിക്കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അച്ഛൻ ഇന്നലെ രാത്രി തന്നെ വലിയൊരു പോട്ട് നിറയെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഉറങ്ങി എണീറ്റുകൊണ്ട് തന്നെ എനിക്ക് തലയ്ക്ക് ഭയങ്കര വെയിറ്റുള്ള പോലെ കുറേ നേരം എണ്ണയൊക്കെ തേച്ച് കുളിച്ചെന്നുണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം, മുഖത്തിനൊക്കെ ഭയങ്കര ക്ഷീണം. ഉറക്കം ശരിയാവാത്തതിൻ്റെയും കാറ്റടിച്ചതിൻ്റെയൊക്കെ ആയിരിക്കണം. ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയായിരുന്നു കേട്ടോ. റിഫിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഞാൻ പോകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തുപോലത്തെ സിനിമയാണെന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ശരിക്കും പറയട്ടെ, ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആവേശം സിനിമ കണ്ടതിന് ശേഷം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് തോന്നി കേട്ടോ ഈ റിഫിൽ ക്ലബ്ബ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, പട്ടുവാണെങ്കിൽ അതെ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു സിനിമ കാണുന്നുണ്ടായിരുന്നേ. കുറേ ചിരിക്കാനുണ്ട്, കുറേ ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കണ്ടു നോക്കണം, നല്ല ഫിലിമാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് പോന്നു. പോരണ വഴിക്ക് അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ആ സ്ഥലത്ത്.
അവിടെ പോയി കുറച്ച് നേരം അവിടെ പുറത്ത് നിന്ന് തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ പോന്നു. ഇനി നാളെ കാണാം. ബൈ.